ഇന്ന് ആ സംഭാവനയായിട്ട് പൊന്നു കൊണ്ടുവരാൻ കരുത്ത് ഇൻഷാ അല്ലാഹ് നാളെ കൊണ്ടുവരും. ഇന്നിപ്പോൾ നമ്മൾ ഓരോട് പൊന്നു വെച്ചാൽ അത് വിട്ടൊന്ന് ഊരി തരേണ്ടി വരും. അപ്പം അവിടെ ഉള്ളതിലെ കൊണ്ടുവരില്ല. ഇൻഷാ അല്ലാഹ് നാളെ കൊടുക്കുന്ന സാഹചര്യം അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചോദ്യം, പടച്ചോനെ മരിച്ചു പോണതിന് മുമ്പ് സ്വർഗത്തിലുള്ള കൂട്ടുകാരനെ ദുന്യാവിൽ വെച്ചൊന്ന് കാണണം, ഒരാഗ്രഹമാണ്. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ നിങ്ങളെ നാട് വിട്ട് വേറൊരു നാട് പറഞ്ഞു കൊടുത്താൽ നാട്ടിലേക്ക് പോകണം. പോയിട്ട് നിങ്ങൾ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരനെ കാണാൻ പറ്റും. മൂസാ നബി അലൈഹിസ്സലാം ആ നാട്ടിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരനെ കണ്ടു, സലാം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് സലാം മടക്കി. ചെറുപ്പക്കാരനോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് അതിഥിയായി വരികയാണ്. അതെ, നിങ്ങൾ വന്നോളൂ, സന്തോഷമാണ്. എന്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഞാൻ നിങ്ങളെ സൽക്കരിക്കും. ഈ വന്ന് സലാം പറയുന്ന ആള് മൂസാ നബിയാണെന്ന് ചെറുപ്പക്കാരനെ അറിയില്ല. ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ഖുഷിയൊന്നും വേണ്ട, എന്താണോ നിങ്ങളടുത്തുള്ളത് ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും, തൃപ്തിപ്പെട്ട് കഴിയും. ആ ചെറുപ്പക്കാരന്റെ നല്ല രൂപഭാവങ്ങൾ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം, ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് അങ്ങാടിയിൽ ചെറിയൊരു പണിയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനും വരാം. മൂസാ നബി അലൈഹിസ്സലാം ചെറുപ്പക്കാരന്റെ കൂടെ അങ്ങാടിയിലേക്ക് പോയി. ചെറുപ്പക്കാരൻ എന്താ പണിയെന്നറിയോ സഹോദരങ്ങളെ? നല്ല അറവ് കച്ചവടക്കാരനാണ്. സുബ്ഹാനല്ലാഹ്, അറവ് ശാലയില് ഇറച്ചി കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. കടയിൽ പോയിട്ട് അദ്ദേഹം ഇറച്ചിയൊക്കെ ഓരോ ഭാഗങ്ങളാക്കി വേർതിരിച്ച് ഒഴിവാക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കഷ്ണം കഷ്ണങ്ങളാക്കി ജനങ്ങൾക്ക് അങ്ങനെ വിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഏത് ഇറച്ചി വെട്ടിക്കൊടുക്കുമ്പോഴും അതിന്റെ നല്ല സ്മൂത്തായ ഭാഗമില്ലേ, അത് ഈ ചെറുപ്പക്കാരൻ മുറിച്ചു മാറ്റിയിട്ട് വേറൊരു കൊട്ടയിലേക്ക് വെക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചു. നല്ല സ്മൂത്തായ ഭാഗങ്ങള്, കടിക്കാനും ഭക്ഷിക്കാനും നല്ല എളുപ്പമുള്ള ഇറച്ചി കഷ്ണങ്ങള്, അത് കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാതെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ കച്ചവടം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പാത്രത്തിലേക്ക് വെച്ച നല്ല സ്മൂത്തായ ഇറച്ചി കഷ്ണങ്ങള് അതൊരു കവറിലാക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. എന്റെ കൂടെ വരുന്ന ആള് മൂസാ നബിയാണ് എന്നും എന്നെ കാണാൻ വേണ്ടി വന്ന ആളാണെന്നും ഒന്നും ചെറുപ്പക്കാരൻ അറിയില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയി മൂസാ നബി അലൈഹിസ്സലാമിനെ റൂമിൽ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ആ പണി ഞാനൊന്ന് നിർവഹിക്കട്ടെ. മൂസാ നബി അലൈഹിസ്സലാം നോക്കുന്നുണ്ട്, എന്താണ് പണി? ആ വീട്ടിൽ വേറെ ആരുമില്ല, ഇദ്ദേഹം മാത്രമേ കാണുന്നുള്ളൂ. ആ ഇറച്ചിയൊക്കെ കഴുകിയിട്ട് നല്ലവണ്ണം വേവിച്ച് കൂടെ കഴിക്കാനുള്ള ഭക്ഷണങ്ങളും പാത്രത്തിലെടുത്ത ശേഷം അദ്ദേഹം ഒരു കൊട്ടേതാ ഒരു ഭാഗത്തുനിന്ന് ഏറ്റിക്കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ്, ആ കൊട്ട തോളിലേറ്റിക്കൊണ്ടുവരുമ്പോ മൂസാ നബി അലൈഹിസ്സലാം കൊട്ടയിലേക്ക് നോക്കുമ്പോ അതിൽ വയോവൃദ്ധനായ ഒരു പിതാവ് കിടക്കുന്നുണ്ട്. അങ്ങേ അറ്റത്തെ പ്രായമെത്തിയിട്ടുണ്ട്. പിരികം, രണ്ട് ഭാഗത്തെ പിരികങ്ങളും കണ്ണിലേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് കണ്ണ് തുറന്നു പിടിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. അത്രയും വാർദ്ധക്യം എത്തിയിട്ടുണ്ട്. വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഒരു ശരീരമാണ് ഒരു കൊട്ടയിലുള്ളത്. അതെങ്ങനെ ഏറ്റിക്കൊണ്ടുവന്ന് ആ കൊട്ടയിൽ നിന്ന് ആ ശരീരം എടുത്ത് പുറത്തു വെച്ച് വസ്ത്രങ്ങളെല്ലാം മറ്റൊരു ഭാഗത്തേക്ക് അയച്ചു വെച്ച് കണ്ടപ്പോ ഉപ്പയാണ് എന്ന് മൂസാ നബിക്ക് തോന്നിപ്പോയി. നല്ലവണ്ണം വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഉപ്പാന്റെ ശരീരത്തിന് പുതിയ വസ്ത്രം ധരിപ്പിച്ച് അതാ പത്തിരിയെടുത്ത് കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇറച്ചിയും കൂട്ടിയിട്ട് ഉപ്പാക്കങ്ങനെ ഭക്ഷിപ്പിക്കുന്നു. മതിയെന്ന് ഉപ്പ പറഞ്ഞപ്പോൾ വെള്ളം കൊടുത്ത് സുബ്ഹാനല്ലാഹ്, കൊട്ടയിലേക്ക് ഉപ്പാനെ വീണ്ടും കടത്തുന്ന സമയത്ത് ഉപ്പ പറഞ്ഞ വാക്ക് മൂസാ നബി കേട്ടുപോയി. യാ വലദീ, എന്റെ മോനെ, ലാ ഖയ്യബല്ലാഹു സഅയക മഈ, എന്നോടൊപ്പം നീ ചെയ്യുന്ന സേവനം അല്ലാഹു വെറുതെയാക്കില്ല. എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന സേവനം ഒരിക്കലും അല്ലാഹു വെറുതെയാക്കൂല. വജഅലക റഫീഖ മൂസാ ഫിൽ ജന്ന, ഉപ്പാന്റെ നാവിൽ നിന്ന് വരുന്ന ദുആ, വജഅലക റഫീഖ മൂസാ ഫിൽ ജന്ന. ഇപ്പത്തെ കാലത്തുള്ള നബി മൂസാ നബിയാണെന്ന് കേട്ടിട്ടുണ്ട്. ആ മൂസാ നബിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാക്കി അല്ലാഹു നിന്നെ നിശ്ചയിക്കും മോനെ.
ബാപ്പാന്റെ അതരത്തിൽ നിന്ന് വന്ന ദുആ കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം സന്തോഷിച്ചു പോയി. കുറച്ചു കഴിഞ്ഞതാ വേറൊരു കൊട്ട എടുത്തുകൊണ്ടുവരുന്നു. ആ കൊട്ടയിലേക്ക് നോക്കുമ്പോ ആ കൊട്ടയിൽ വയോവൃദ്ധയായ ഒരു ഉമ്മയുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട രീതിയിലാണ്, ശുഷ്കിച്ച ശരീരങ്ങളാണ്. ഉമ്മയെ മകൻ കുളിപ്പിച്ചു, വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. ഉമ്മ ഭക്ഷണം മതി എന്ന് പറഞ്ഞപ്പോ വെള്ളം കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാഹ് മോനെ, ലാ ഖയ്യബല്ലാഹു സഅയക മഈ, എന്റെ കൂടെ നീ ചെയ്യുന്ന സേവനം അല്ലാഹു വെറുതെയാക്കൂല. വജഅലകല്ലാഹു റഫീഖ മൂസാ ഫിൽ ജന്ന, മോനെ അല്ലാഹു തആല നിന്നെ സ്വർഗ്ഗത്തിൽ മൂസാ നബിയുടെ കൂട്ടുകാരനാക്കും മോനെ. ഉമ്മയുടെ ശരീരവും കൊട്ടയിലേക്ക് വെച്ച് പഴയ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ വിരിപ്പ് വിരിച്ചിട്ട് രണ്ടുപേരും കിടക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി കിടത്തി. രണ്ടും കൂടി കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം സന്തോഷം കൊണ്ട്, വാത്സല്യം കൊണ്ട് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് വീട്ടിൽ നിന്ന് മൂസാ നബി പുറത്തിറങ്ങിപ്പോയി. മൂസാ നബിയെ സൽക്കരിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്ന് നോക്കുമ്പോ മൂസാ നബിനെ കാണുന്നില്ല. എന്റെ കൂടെ വന്ന അതിഥി എവിടെ പടച്ചോനെ? ഞാൻ നേരം വൈകിച്ചത് കൊണ്ട് ആള് പോയോ? ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി പിന്നാലെ പോയി. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്റെ അതിഥിയായി ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയല്ല. എന്റെ മനസ്സിലത് പ്രയാസമുണ്ട്, വീട്ടിലേക്ക് വരണം. നിർബന്ധിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചിട്ട് മൂസാ നബി പറഞ്ഞു, സുഹൃത്തേ, ഞാൻ നിന്റെ ഭക്ഷണം ആവശ്യമായി വന്നതല്ല. ഞാൻ അല്ലാഹുവിനോട് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ നിന്റെ ഈ നാട്ടിലേക്ക് വരാനാണ് അല്ലാഹു തആല പറഞ്ഞത്. നിന്റെ അടയാളങ്ങളൊക്കെ റബ്ബനോട് പറഞ്ഞ അടയാളങ്ങളാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? എന്നെ അറിയില്ലേ? അന മൂസ ബിനു ഇമ്രാൻ. രണ്ട് കൊട്ടയിൽ വെച്ചും ബാപ്പയും ഉമ്മയും നിങ്ങൾ ദുആ ചെയ്തില്ലേ സ്വർഗത്തിൽ മൂസാ നബിന്റെ കൂട്ടുകാരനാക്കണമെന്ന്? ആ മൂസാ നബിയാണ് മോനെ ഞാൻ. നിങ്ങൾ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ തന്നെ. ഇതുപോലെ ബാപ്പക്ക് ഖിദ്മത്ത് ചെയ്യുന്നൊരു കൂട്ടുകാരൻ എനിക്ക് മതി, ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യുന്നൊരു കൂട്ടുകാരൻ എനിക്ക് മതി. ബാപ്പക്കും ഉമ്മക്കും നല്ലോണം ഖിദ്മത്ത് ചെയ്യുന്നവൻ പടച്ച റബ്ബിനെ പേടിയുള്ളവനാ, അല്ലാഹുവിനെ അനുസരിക്കുന്നവനാ. സ്വന്തം ശരീരത്തോട് വിനയം കാണിച്ചുകൊണ്ടല്ലേ ഇത്ര പ്രായമുള്ള ബാപ്പാനെയും ഉമ്മാനെയും പരിപാലിച്ച് സന്തോഷത്തോടെ ഖിദ്മത്ത് എടുക്കുന്നത്. മൂസാ നബിയാണെന്ന് കേട്ടപ്പോ ചെറുപ്പക്കാരൻ ബോധം കെട്ടു വീണു. സുബ്ഹാനല്ലാഹ്. ബോധം തെളിഞ്ഞ ഉടനെ ബാപ്പാന്റെയും ഉമ്മാന്റെയും അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമ്മാ, ഉപ്പാ, നിങ്ങളെ ദുആ അല്ലാഹ് സ്വീകരിച്ചിരിക്കുന്നു. എന്റെ കൂടെ വീട്ടിലേക്ക് വന്ന ഈ അതിഥിയില്ലേ, ഇത് മൂസാ നബിയാണ് ഉമ്മാ. രണ്ടുപേരും അത് കേട്ടപ്പോ ഒരു ശബ്ദം രണ്ടുപേരും പുറപ്പെടുവിച്ചു. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടുപോയി. മകന് കിട്ടേണ്ട സന്തോഷം അവര് ജീവിതകാലത്ത് ദ്വാരുന്ന ദുആ അല്ലാഹ് സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോ ഇനി ഞങ്ങളെ മകന് ഞങ്ങൾ ഭാരമായി ഇവിടെ നിൽക്കണ്ട, ഞങ്ങളെ ആഗ്രഹം സാധിച്ചല്ലോ, ഇനി അല്ലാഹുവിന്റെ അടുത്തേക്ക് നീങ്ങിയാൽ മതി. ബാപ്പയും ഉമ്മയും വഫാത്തായപ്പോ മൂസാ നബി അലൈഹിസ്സലാം നിസ്കാരത്തിന് നേതൃത്വം നൽകി. മരിക്കുന്നത് വരെ ആ ചെറുപ്പക്കാരൻ പിന്നെ മൂസാ നബിന്റെ കൂടെയാണ്. അല്ലാഹു നമ്മളെ ബാപ്പക്കും ഉമ്മക്കും ഖിദ്മത്തെടുക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറയെ ബാപ്പാനെ ഉമ്മാനെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, പൊന്നുപോലെ നോക്കുന്ന, പടച്ച റബ്ബിനോട് നല്ല ശുക്റുള്ള മക്കളാക്കി അല്ലാഹു വളർത്തി തരട്ടെ.